രണ്ടാഴ്ച മുമ്പേ ഉണ്ടായൊരു അനുഭവം പറയട്ടെ. ഞാൻ ജോലി കഴിഞ്ഞ് ബസ് ഇറങ്ങി വരുന്നു. സമയം 5:30 കാണും. ചമ്മറവട്ടത്തുള്ള നെയ്ത്ത് കേന്ദ്രത്തിൽ നിന്നും 5-6 പെൺകുട്ടികൾ ജോലി കഴിഞ്ഞു വരുന്നു. മധുര 17ഉം 18ഉം തികഞ്ഞവർ. ഇവരെക്കുറിച്ച് അവിടെ ആർക്കും അത്ര നല്ല അഭിപ്രായമുള്ളതായി കേൾവിയില്ല എന്നത് രഹസ്യമായൊരു പരസ്യമാണ്. കേവലം 2.5 മീറ്റർ വീതിയുള്ള ഈ റോഡിലൂടെ വഴി പരന്നേ ഇവർക്ക് നടക്കാൻ അറിയും. ഇവർക്ക് പിന്നിൽ ഉദ്ദേശം 10 അടി അകലത്തിലാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. മണിനാദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണൻ സൈക്കിളിൽ വരുന്നു. സൈക്കിൾ അടുത്തെത്തിയിട്ടും അവർ ഒതുങ്ങി നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു കമന്റ് അടിക്കുള്ള ഒരുക്കത്തിലുമാണ്. ഡി സുമേ, നിന്റെ ആള് തൊട്ട് പിന്നിലെത്തിയിട്ടുണ്ടട്ടാ, ചുരുണ്ട തലമുടിക്കാടി ഉയരം കൂടിയവളോട് പറയുന്നു. ഓ, പുള്ളിക്കാരൻ നമ്മളെന്ന് വേണ്ടാടി. ചുരുണ്ട തലമുടിക്കാരിയോട് ഉയരം കൂടിയവളുടെ ശൃംഗാരം കലർന്ന മറുപടി. സൂത്രത്തിൽ കണ്ണിന് നേരെ ഒരു ഒളി കണ്ണോട്ടവും. അവരെന്നെ കണ്ടപ്പോൾ മാത്രമാണ് അവരുടെ നടത്തത്തിന് വേഗത കൂടിയത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഇതിനോടകം കണ്ണൻ സൈക്കിളിൽ നിന്നിറങ്ങിക്കഴിഞ്ഞിരുന്നു. അവരുടെ സംസാരം ഞാൻ കൂടി കേട്ടതുകൊണ്ടാകണം അവൻ ദയനീയമായ വണ്ണം എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. പിന്നെ കണ്ണട ഒന്നുകൂടി ശരിയാക്കി വെച്ചു. അവൻ ജാള്യത മറയ്ക്കാൻ പാടുപെടുന്ന കണ്ടപ്പോൾ എനിക്കും ചിരി വന്നു. എന്റെ ഹൈസ്കൂൾ ജീവിത കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെങ്കിലും എന്നെ ഒന്ന് ആകർഷിക്കണേ എന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കരിമ്പുഴ ശ്രീകൃഷ്ണന് നേർച്ച പോലെ നേർന്നിട്ടുണ്ട്. പക്ഷേ എന്റെ മുഖത്തിന് സ്ത്രീ ആകർഷണത്തിന് വേണ്ടുന്നതായ കഴിവുകൾ ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഇതുപോലെ എങ്ങാനും അവസരങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തന്നെ ചിന്തകൾക്കൊരു കടിഞ്ഞാൺ പെട്ടെന്ന് തയ്യാറാക്കി.